ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആർഷായി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആർഷായി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിലൂടെ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞത് ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി വിത്തൗട്ട് ഗ്രാമർ മിസ്റ്റേക്ക്. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം, അല്ലേ? ആ സാധീകരണത്തിന് വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സംസാരിക്കുവാൻ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ആർഷായി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിലെ കുടുംബത്തിൽ വന്നുപെട്ടിരിക്കുന്ന ഇതിനോടകം നമ്മൾ കൂടിയിരിക്കുന്ന ഏകദേശം ഒരു 950 മുകളിൽ സബ്സ്ക്രൈബേഴ്സ്, അവർ നല്ല രീതിയിൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഈ ബിഗിനേഴ്സ് മുതൽ ഇതിനുള്ളിൽ ഈ ഫാമിലിയിൽ ഉണ്ടിപ്പോൾ. അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ രീതിയിൽ ക്ലാസ് എടുക്കുന്നത്. അത് തന്നെയല്ല, നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പുറത്ത് വേറെടുത്ത് പോയി പറഞ്ഞാൽ അതല്ല അതിൻ്റെ ശരി, ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞ് അതിനെ നമുക്ക് തെളിയിച്ചു തന്നാൽ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിന്റെ മുന്നിൽ നമ്മൾ തന്നെ അവർക്ക് മുന്നിൽ നമ്മൾ തോറ്റുപോകും. അതങ്ങനെയല്ല, നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ മലയാളം തന്നെ സംസാരിക്കുന്നത് പല രീതിയിൽ മലയാളം സംസാരിക്കുന്നവരുണ്ട്. പലയിടത്ത് ചെന്ന് പല സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പല രീതിയിലാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷിനും അമേരിക്കൻ ഇംഗ്ലീഷ്, നമ്മൾ പഠിക്കുന്ന സാധാരണ ഇംഗ്ലീഷ്, ഇങ്ങനെ പല രീതിയിലുള്ള ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനകത്ത് ഹാവ് യു ഹാർഡ് എന്ന് നമ്മൾ ചോദിച്ചു. അതിനെ നമ്മൾ അതുപോലെ അതിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ട് ഹാഡ് യു എന്ന് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഹാഡ് യു എ കാർ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണോ എന്ന് സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ഈ സംശയത്തിന് അതിനെ നമ്മൾ അതിൻ്റെ ശരിയായ രീതിയിൽ, അതായത് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എങ്ങനെ നമ്മൾ ഇത് ചോദ്യമാക്കാം എന്നത് ഡിഡ് യു ഹാവ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡിഡ് യു ഹാവ് എന്ന് ചോദിച്ചാൽ അത് എവിടെ ചെന്ന് പറഞ്ഞാലും ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സംസാരിക്കുന്ന ഒരു രീതിയാണ് ഡിഡ് യു ഹാവ്. ഡിഡ് യു ഹാവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുണ്ടായിരുന്നോ. എന്നാൽ അതിന് ഹാഡ് യു എ കാർ എന്ന് ചോദിക്കാം. ഹാവ് യു, നിങ്ങൾക്ക് ഡിഡ് യു ഹാവ് എ കാർ എന്നതിനെ ഡിഡ് യു ഹാവ് എ കാർ എന്ന് അത്രയും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഹാഡ് യു എ കാർ എന്ന് ചോദിക്കുന്നത് തെറ്റല്ല, അതും ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഒരു 2-3 കമൻസ് ഞാൻ കണ്ടു, എന്നോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ ബിഗിനേഴ്സ് അല്ല, ബിഗിനേഴ്സ് കൂടി നമ്മൾ എല്ലാം പഠിച്ചവരല്ല ഈ നമ്മുടെ ആർഷായി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വരുന്നത്. നമ്മൾ ആദ്യമേ പറയുന്നത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ആദ്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിലേക്കല്ല ചാടിക്കയറി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നത്. ഇതിനെങ്ങനെ തെറ്റുകൂടാതെ ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ എങ്ങനെ സംസാരിക്കാം എന്നതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇരുന്നിട്ട് കാല് നീട്ടിയാൽ പോരെ. നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു വരുന്ന ഈ തുടക്കത്തിലെ ഹാഡ് യു എ കാർ എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞു പഠിച്ചു വരുന്ന ഒരാൾ ഹാഡ് യു എ കാർ മാത്രമേ പഠിക്കുകയുള്ളൂ. ഞാൻ പറയാം, വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാലോ, നിങ്ങളുടെ പേരെന്താണ്? അതിനെ നമുക്കൊരല്പം കൂടി മര്യാദയോടുകൂടി യുവർ ഗുഡ് നെയിം പ്ലീസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതും അതിൻ്റെ ഒരു മര്യാദയാണ്. പക്ഷേ യുവർ നെയിം ഈസ് എന്ന് ചോദിച്ചാലോ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പേരെന്താണെന്നാണ്. പക്ഷെ യുവർ നെയിം ഈസ് എന്ന് നമ്മൾ ഒരിക്കലും ഒരാളോട് ഇംഗ്ലീഷ് പഠിച്ച് വരുന്ന ഒരാളോട് നമ്മൾ ഒരിക്കലും യുവർ നെയിം ഈസ് എന്ന് പറയണം. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ നിങ്ങളുടെ പേരെന്താണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയില്ല. അത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ആരോടെങ്കിലും നമ്മൾ എന്നേച്ച് യുവർ നെയിം ഈസ് എന്ന് ചോദിച്ചാലോ, യെസ്, നമുക്ക് കിട്ടും, അവരുടെ പേരെന്താണെന്ന് നമുക്ക് കിട്ടും, നമ്മുടെ ലക്ഷ്യം നമുക്ക് സാധിച്ചു കിട്ടും. പക്ഷെ അതല്ല, ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിന് തെറ്റു പറയാതെ ആ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് യുവർ ഗുഡ് നെയിം പ്ലീസ് ഓർ വാട്ട് ഈസ് യുവർ നെയിം. വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ അവർ നല്ല രീതിയിൽ
നമുക്ക് മറുപടി തരും. അത് പഠിച്ചു കഴിഞ്ഞിട്ട് പോരെ യുവർ നെയിം ഈസ് അത് കഴിഞ്ഞു പോരെ. അതുപോലെയാണ് ഈ ഹാഡ് യു എ കാർ അതും ഡിഡ് യു ഹാവ് എ കാർ എന്ന് ചോദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെയാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള സംശയങ്ങൾ വന്ന് പറഞ്ഞ് ഈ നമ്മൾ പഠിച്ചു വരുന്ന നമ്മുടെ പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന അവർക്ക് കൂടി കൺഫ്യൂഷൻ വരുന്ന ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ ഡൈവേർട്ട് ചെയ്യാതെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആരുടെ മുന്നിൽ ചെന്ന് ഇംഗ്ലീഷ് സംസാരിച്ചാലും അതിൽ തെറ്റില്ല. അത് നമ്മുടെ ഭാഗം പൂർണ്ണമായും ശരിയാണ് എന്നുറച്ച വിശ്വാസത്തോടു കൂടി we must learn how to talk English fluently without grammar mistake. That's what our aim. You please try to cooperate with me. ഞാൻ മറ്റുള്ളവരുമായിട്ട് പറയുമ്പോൾ ഇതിനോട് താല്പര്യം കാണിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്ന കുറേ അധികം കൂട്ടുകാരുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ക്ലാസ് തുടർന്ന് കൊണ്ടുപോകുന്നത്. കാരണം നമ്മളെക്കാൾ അറിയാവുന്ന പലരും ഈ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. വേറെ പല ക്ലാസ്സുകൾ കൂടി അതിനെ വിലയിരുത്തി നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഉള്ള എല്ലാ തരത്തിലുള്ള ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ഈ ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്ന ആ കൊച്ചു കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ കൺഫ്യൂഷനിലാക്കാതെ please try to cooperate with the beginners also to learn, to let them learn and let us learn. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഒഴുക്കിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാതെ നമ്മുടെ ക്ലാസ് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള ആഗ്രഹത്തോടു കൂടി അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞതാണ്. ദിസ് ഈസ് ജസ്റ്റ് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ. ടേക്ക് ഇറ്റ് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ. ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് എ വാട്ട് ഡു വി സേ. ഇത് നമ്മൾ ഒരു വേറൊരു ശൈലിയിൽ സംസാരിക്കുന്നതായിട്ട് കണക്കാക്കാതെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന അതിൻ്റെ ആഗ്രഹത്തോട്, അമിതമായ ആഗ്രഹത്തോടു കൂടി വരുന്ന, പട്ടണങ്ങളിൽ പോയി 10,000 മുടക്കി ഈ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പഠിക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്ന വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഈ വീഡിയോ കാണുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കുക എന്ന ആ നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം തുടങ്ങിയിരിക്കുന്ന ഈ ക്ലാസ്സിനെ വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തും എന്ന പ്രതീക്ഷയോടുകൂടി പെടുത്തണം എന്ന what do we say for that? It is ഇതിനെ വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന അപേക്ഷയോടും കൂടി ഞാൻ ഈ ക്ലാസ് തുടരണം എന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക. അല്ലാത്ത നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് ഈ എടുക്കുന്ന ക്ലാസ്സിനേക്കാൾ നല്ല മികച്ച ക്ലാസ്സുകൾ കിട്ടുന്നവർ ആ രീതിയിൽ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. പക്ഷേ ഈ പഠിക്കാൻ ശ്രമിച്ചു വരുന്ന അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുവാൻ ശ്രമിക്കാതെ ദയവ് ചെയ്ത് ഈ ക്ലാസ്സുമായി കോപ്പറേറ്റ് ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി ചെയ്യണം എന്ന ഒരു അപേക്ഷയോടുകൂടി ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ് അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ.